ഒരു പേഷ്യൻ്റ് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ആ പേഷ്യൻ്റ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തു, പോസിറ്റീവ് ആയിരുന്നു. പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. 5 days കഴിഞ്ഞപ്പോൾ വാല്യൂ കുറഞ്ഞു. കെമിക്കൽ പ്രഗ്നൻസി എന്നാണ് പറഞ്ഞത്. എന്താണ് ഇതിന് കാരണം? കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അവിടെ ഇംപ്ലാന്റേഷൻ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് ഫർദർ വളരുന്നില്ല. SCG പോസിറ്റീവാണ്, പക്ഷെ ക്ലിനിക്കൽ എവിഡൻസ് ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ സാക്കോ ആ പ്രഗ്നൻസി ഫർദർ പ്രോഗ്രസ് ചെയ്യുന്നത് കോമൺ ഒക്കറൻസ് ആണ്. അത് എംബ്രിയോയുടെ പ്രോബ്ലം കൊണ്ട് വരാം. ഭ്രൂണത്തിന് അതിൻ്റെ സ്വന്തം കഴിവിൽ വളരാൻ പറ്റാത്തതുകൊണ്ട് വരാം. അത് അവിടെ SCG ലെവല് അവിടെ ഭ്രൂണം വളർന്നു, പക്ഷെ പിന്നീട് അതിന് ഗ്രോ ചെയ്യാൻ പറ്റാത്ത, അതിനാണ് കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഒരു ക്ലിനിക്കൽ എവിഡൻസ് ഓഫ് ഫിറ്റ് ഡെവലപ്മെൻ്റ് ഇല്ല. ആ എംബ്രിയോ ഫർദർ വളരുന്നില്ല. ആ കുഞ്ഞിൻ്റെ കോശങ്ങൾ വളരുമ്പോഴാണ് SCG ഹോർമോൺ കൂടുതലായിട്ട് ആ കുഞ്ഞിൻ്റെ കോശങ്ങൾ വളരുന്നത്. ഇത് കോമൺ ഒക്കറൻസ് ആണ്. അവിടെ വരുമ്പോൾ പേഷ്യൻ്റ് ഇമോഷണലി വളരെ അപ്സെറ്റ് ആകുകയാണ്. അത് പക്ഷെ അവിടെ നമ്മൾ ഡെപ്തി നോക്കണം. എന്താണ് ഫർദർ അണ്ടത്തിൻ്റെ ക്വാളിറ്റിയെ പറ്റിയും ബീജത്തിൻ്റെ നിലവാരത്തെ പറ്റിയും പഠിച്ച് നമ്മൾ പോകണം. ഇത് IVF മാത്രമല്ല, പേഷ്യൻറ്റും പറയാറുണ്ട്, ഡോക്ടർ എൻ്റെ പ്രിൻസിപ്പൽസ് പോസിറ്റീവ് ആയിരുന്നു. അപ്പം നമ്മൾ ചില കേസുകളിൽ നമ്മൾ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന SCGയുടെ എഫക്റ്റിലും ചിലപ്പം റൈസ് വരാം, പക്ഷെ അവിടെ റൈസ് മിനിമലായിരിക്കും.